ചേച്ചി ഇറങ്ങട്ടെ. ഓക്കെ. ഇപ്പോൾ ഏകദേശം ഒരു 5:45 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് രേഷ്മേച്ചിയുടെ വീട്ടിലോട്ടാണ്. രേഷ്മേച്ചി എന്നെക്കാത്ത അവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. എന്നിട്ട് നമ്മളൊരു 7 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് കൊണ്ട് മാക്സിമം ഓടി പള്ളിയിലെത്തും. അതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം ആദ്യം അവിടെ ദിവ്യകാരുണ്യ ആരാധന നടക്കുന്നത്, അതിനുശേഷമാണ് കുർബാന. അപ്പോൾ അത് 5:45 ദിവ്യകാരുണ്യ ആരാധന തുടങ്ങും. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എപ്പോഴും ലേറ്റായിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ദിവ്യകാരുണ്യ ആരാധന ആദ്യമേ സ്റ്റാർട്ടിങ്ങിലേക്കാണ് നമുക്ക് പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 7-8 മിനിറ്റ് എടുത്ത് ഇവിടുന്ന് ഒരൊറ്റ ഓട്ടോ ആണ്. എന്നിട്ടായിരിക്കും അവിടെ പോയിട്ട് ഇവിടെ ബാക്കി വിശേഷങ്ങൾ പറയുന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ മോർണിംഗ് എക്സസൈസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ടുപേരും വാശിയേറിയ നടത്തത്തിലാണ്. ഓൾമോസ്റ്റ് നമ്മൾ എത്ര സമയം എടുക്കും ഇങ്ങനെ നടന്നാൽ? ഒരു 6-7 മിനിറ്റ്. 6-7 മിനിറ്റിലെത്തുമല്ലേ? അതെ അതെ. അന്നേരം അവിടെ ആരാധനയുടെ സമയം എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ കുഴപ്പമില്ല. ഇന്ന് കീബോർഡ് സച്ചിനല്ലേ? അതെ അതെ. സച്ചിൻ എന്നിട്ട് ഇറങ്ങിയായിരുന്നോ? ഇല്ല, അവൻ കുളിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ. ടീച്ചർ ഉപദേശിയൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ നേരത്തെ? പോയി. ഇത് മൊത്തത്തിൽ നമ്മൾ ഇരുണ്ടാണിരിക്കുന്നത്. അതെ, ഇപ്പൊ ഇരുട്ടാണല്ലോ. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മളെ കാണാം. അതെ, എങ്കിലും ഇരുണ്ടാണ്. അത് ശരിയാണ്. രേഷ്മേച്ചി എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ ശ്രമിക്കാറുണ്ടോ? അതെ, ഞാൻ മുടങ്ങാതെ ശ്രമിക്കാറുണ്ട്. പക്ഷെ വെള്ളിയാഴ്ച മുടങ്ങും, കാരണം നമുക്ക് ഈവനിങ് അല്ലേ കുർബാന. അപ്പൊ പിന്നെ ഈവനിങ് ആയതുകൊണ്ട് വരാൻ പറ്റില്ല. സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ താമസിക്കും. ശരിക്കും നമ്മളൊരു ഫ്ലാഷും കൂടെ ഇങ്ങനെ കരുതണമായിരുന്നു അല്ലേ ഫോണിന്റെ? ശരിയാണ്. പക്ഷെ ഇത് മൊത്തത്തിൽ നമ്മൾ ഇരുണ്ടായിരിക്കണേ. അതെ. കുറച്ചൊന്ന് വേഗത്തിൽ നടന്നാലോ? അതെ, ഓടാം. പിന്നെ ഓടാ. അതെ. അപ്പോൾ രേഷ്മേച്ചി, അധ്യാപക ജീവിതം എങ്ങനെ പോകുന്നു? വളരെ നന്നായി തന്നെ പോകുന്നു. പിള്ളേർക്ക് അനുസരിക്കാറുണ്ടോ? നല്ല അനുസരണയില്ല, പക്ഷെ എങ്കിലും അത്യാവശ്യമൊക്കെ അനുസരിക്കാറുണ്ട്. പിന്നെ പഠിക്കാൻ മടിയാണ്, എങ്കിലും കുഴപ്പമില്ല. ഓക്കെ. പിള്ളേരെയൊക്കെ പിടിച്ചിർത്തി അനുസരിപ്പിക്കാറാണോ പതിവ്, അതോ സ്നേഹത്തോടെ കുട്ട എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ടോ? സ്നേഹത്തോടെയാണ്, പക്ഷെ മോളെ കുട്ട എന്നൊന്നും വിളിക്കാറില്ല. നമ്മുടെ പഠന രീതി വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ പിള്ളേര് എങ്ങനെയാ ടീച്ചേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നത്? ഭയഭക്തി ബഹുമാനത്തോടെയൊക്കെയാണോ? ഇല്ല, അവരങ്ങനെയൊന്നുമല്ല. അവരൊരു ഫ്രണ്ട്ലി ആയിട്ടാണ് കാണുന്നത്. നമ്മളെ കാണുമ്പോ ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളും പിന്നെ ജനറേഷൻ മാറിയല്ലോ. അപ്പൊ ഗ്രേഷ്മ ടീച്ചറും രാവിലെ തന്നെ നല്ല വൈബ് അടിച്ച് പിള്ളേരോടൊക്കെ അങ്ങ് നിൽക്കും അല്ലേ? അതെ. ഇന്ന് കുർബാന കഴിഞ്ഞിട്ട് എങ്ങനെയാ ആൻസി, നമ്മൾ ഒരുമിച്ചാണോ വരുന്നത്? നമുക്ക് ഒരുമിച്ച് വന്നാലോ? പോണ്ടല്ലോ. ഇന്ന് പോണ്ട, ഇന്ന് അവധിയല്ലേ. അപ്പൊ നമുക്ക് ഒരുമിച്ച് വരാം. ഇന്ന് പൊതു അവധി ആയതുകൊണ്ട് രേഷ്മേച്ചി അതെ ശരിയാണ്. അല്ലെങ്കിൽ രേഷ്മേച്ചി പപ്പയുടെ കൂടെ നേരെ വീട്ടിൽ പോവും ബൈക്കില്, ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ സ്കൂട്ടിൽ തിരിച്ചു വരും. നമ്മള് മൊത്തത്തിൽ ഇരുണ്ടാടോ ഇരിക്കുന്നത്? ശരിയാണ്. ആകെപ്പെടുന്ന സ്ട്രീറ്റ് ലൈറ്റ് ആണ് നമുക്ക് ആശ്വാസം. കുർബാന തുടങ്ങാറായോ എന്തോ? 6 മണിക്ക് 5 മിനിറ്റ് ഉണ്ട്. അപ്പൊ ആരാധനയായിരിക്കും നടക്കുന്നത്. നമ്മളെന്തായാലും ഓടിയെത്തും ഈ ഒരു സമയത്ത്. അതെ. നമ്മള് ഈ മോർണിംഗ് വാക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ രാവിലെ കാണാറുണ്ട്. പക്ഷെ ഇന്ന് ഇപ്പോൾ ഒരൊറ്റ മനുഷ്യരില്ല. ശരിയാണ്, മഴ മാറിയോണ്ടായിരിക്കും. നല്ല മഴയായിരുന്നു. അപ്പൊ ഇന്ന് അത്യാവശ്യം നല്ല കുറവുണ്ട് മഴയ്ക്ക്. അല്ലെങ്കിൽ രാവിലെ ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കും. ഇന്നലെ എന്തോ മഴയായിരുന്നല്ലേ? അതെ, നമ്മൾ മഴയത്തൂടെയാണ് ഓടി വന്നത്. കുട ഒരു വശത്തൂടെ പോകും, നമ്മളൊരു വശത്തൂടെ ഓടും. എന്തായാലും നമ്മുടെ സെന്റ് ജൂഡ് കുരിശടി എത്താറായി. കുരിശടി എത്തിയ ഒരു 100 മീറ്റർ നടക്കണ്ട, അപ്പോഴേക്കും നമ്മുടെ പള്ളി എത്തും. ഒരു കുന്ന് കയറിയാൽ, ചെറിയൊരു മല കയറിയാൽ മാത്രം മതി. അപ്പോൾ കുരിശടി കാണുമ്പോൾ ഒരു ആശ്വാസമാണ്. പിന്നെ വളരെ കുറച്ച് നടന്നാൽ മതിയല്ലോ. ഗ്രേഷ്മേച്ചി, നമ്മളിപ്പോ 6 മണിയാവാൻ ഒരു 2 മിനിറ്റേ ഉള്ളൂ. എന്തായാലും ആരാധന കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ കമലബായ് ടീച്ചർ
ആരുടെയെങ്കിലും ഒക്കെ കയ്യില് വിശുദ്ധരുടെ പുസ്തകം, വിശുദ്ധരുടെ ജീവചരിത്രം പുസ്തകം വായിക്കാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ വായനാ പുസ്തകം, വായനാ പുസ്തകം. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു തിരക്കായിരിക്കും പള്ളിയിൽ. കഴിഞ്ഞ ആഴ്ചയില് ചേച്ചി ബുധനാഴ്ച എന്തോ വായിച്ചില്ലേ? അനുദിന വിശുദ്ധരുടെ. പിന്നെ മെനിഞ്ഞാന്നും ഞാൻ വായിച്ചായിരുന്നു. സൂപ്പർ. ഇത് പ്രത്യേകം വെച്ചാൽ പഴയ മലയാളം അല്ലേ, അപ്പൊ അങ്ങനത്തെ ഒരു കടുകട്ടിയാ. അപ്പം ഒരു കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും മുന്നേ നമുക്ക് കിട്ടിയ നല്ല പോലെ വായിച്ചു പിടിപ്പിക്കാം. പക്ഷെ ടീച്ചർ നമ്മൾ ഓടിച്ചെന്ന് പള്ളി കയറുന്നു, അന്നേരം ആ ടീച്ചർ നമുക്ക് പുസ്തകം തരുന്നേ. ഒരു തവണ പോലും നമുക്കത് കംപ്ലീറ്റ് വായിച്ചു തീർക്കാൻ പറ്റില്ല. പക്ഷെ എങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ആൾക്കാരെ കയറിയിട്ട് ചെറിയ തെറ്റൊക്കെ വരും. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ നാട്ടുകാരല്ലേ. കരുണക്കൊന്തയാണ് നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. പവിത്ര ചേച്ചിയും ലിജി ചേച്ചിയും ഒക്കെ ആയിരിക്കും ലീഡ് ചെയ്യുന്നല്ലേ. ആരാധന എന്തായാലും കഴിഞ്ഞിട്ടില്ല. അതൊരാശ്വാസം. നേരത്തെയാണ്. അതെ, യെസ്. അങ്ങനെ നമ്മുടെ പള്ളി ദേ എത്തിക്കഴിഞ്ഞു. സെന്റ് ജോസഫ് ചർച്ച് പത്തനാപുരം. അപ്പോൾ ദേ പള്ളി എത്തി. പള്ളിയിൽ ഫ്രണ്ടിൽ ഹൈമാസ് ലൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇത്രയും പ്രകാശത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. അതെ, അപ്പോൾ നമുക്കിനി ദിവ്യബലിക്ക് ശേഷം കാണാം. ഓക്കെ. അപ്പോൾ ദിവ്യബലിയുടെ മധ്യേ ഈ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കര ബോറാണ്, മോശം പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പള്ളിക്കകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഫോണൊന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ അതിനുശേഷം നമുക്ക് കാണാം. ഓക്കെ അല്ലേ? ബൈ ബൈ. അങ്ങനെ നമ്മൾ കുർബാന കഴിഞ്ഞിട്ട് തിരിച്ചു വീട്ടിലേക്ക് നടക്കുവാണ്. അപ്പോൾ ഗ്രേഷ്മേച്ചി, ഇന്നത്തെ അനുദിന വിശുദ്ധര് ആരായിരുന്നു? പവിത്രേച്ചി എന്ന് വായിച്ചേ. അതെ, ഇന്ന് വിശുദ്ധ ക്രിസ്റ്റീനായിരുന്നേ. ക്രിസ്റ്റീന. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ക്രിസ്ലിൻ. അപ്പൊ ഞാൻ പേരിങ്ങനെ കണക്ട് ചെയ്തു, ക്രിസ്റ്റീന ക്രിസ്ലിൻ. അങ്ങനെ ഒരു രക്തസാക്ഷിയല്ലേ? അതെ. നല്ല അതിശയം തോന്നുന്ന ഒരു ജീവിത ചരിത്രമാണ് അല്ലേ? ആ വിശുദ്ധയുടെ അച്ഛൻ തന്നെ എന്തുവായിരുന്നു? ധനികനോ സമരക്കാരനോ എന്തായിരുന്നു? വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന ഒരു അച്ഛനും, പക്ഷെ അതിനെ എല്ലാം തച്ചുടച്ച ഒരു മോളും. അപ്പൊ അത് കാരണം ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന. അയ്യോ, എന്തെല്ലാം തരമായിരുന്നേ പീഡനങ്ങള്. രാജാവോ എന്തോ അവരെ ഇങ്ങനെ. അതെ, ഈ ചൂണ്ടക്കുളത്തോണ്ട് മാംസം എല്ലാം വലിച്ചു പറിക്കുക, തീയിൽ കൊണ്ട് പൊള്ളിക്കയിടുക, കാട്ടിന്റെ ഇടയിൽ കൊണ്ടുപോയി. അയ്യോ, എന്തെല്ലാം പീഡനം സഹിച്ചിട്ടാണ് ഓരോരുത്തരും വിശുദ്ധരാകുന്ന. നമ്മൾക്കിവിടെ രാവിലെ കുർബാനയ്ക്ക് വരാൻ തന്നെ മടി. സത്യം. അതെ, വീട്ടിലൊരു 100 വട്ടം വിളിക്കണം, എണീര്. പക്ഷെ അവരൊക്കെ ഈശോയ്ക്ക് വേണ്ടി എന്തുമാത്രം ത്യാഗങ്ങളാ സഹിക്കുന്നത്. നല്ല ബ്ലെസ്ഡ് ആയിട്ടുള്ള ജീവിതങ്ങള്. അതെ, നമുക്ക് അവരെയൊക്കെ മാതൃകയാക്കാൻ സാധിക്കണം. നമ്മൾ രാവിലെ ഇങ്ങനെ നടന്നു വന്ന് ദിവ്യകാരുണ്യ ആരാധന കഴിഞ്ഞ് ഇരിക്കാൻ പറ്റുന്ന സമയമാണ് അനുദിന വിശുദ്ധരുടെ വായിക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങ് ഇരുന്ന് 2 മിനിറ്റ് അങ്ങ് ഉറങ്ങാനാണ് ശ്രമിക്കാറ്. ഇന്നിന് പൗത്രേച്ചയായിട്ട് ഞാൻ ഉണർന്നിരുന്നു കേൾക്കാനായിട്ട്. ഞാനെന്നും ശ്രദ്ധിച്ചിരിക്കാറുണ്ട്. രേഷ്മേച്ചി, ഈ കൈ നല്ല വേദന, അതോട്ടോ ഇപ്പുറത്തെ. അപ്പോൾ ദേ നമ്മൾ കുരിശടിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. കുരിശടിയിൽ ഇതേ ഇപ്പോൾ ഇതാണ് നമ്മുടെ കുരിശടി. പബ്ലിക് ഹോളിഡേ ആണല്ലേ? അതെ, ലീവാണ്. അതെ. ഇന്ന് പള്ളിയിൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നോ? പൊതുവിലേക്കാളും കൂടുതലായിട്ടോ? കുറച്ച് കൂടുതലുണ്ടായിരുന്നു, എങ്കിലും മഴയും തണുപ്പും ഒക്കെ ആയതുകൊണ്ട് വന്നിട്ടില്ല. പിള്ളേര് സെറ്റ് ഉണ്ടായിരുന്നോ? പിള്ളേരിപ്പോ പൊതുവിൽ കൂടുതലാണ് അല്ലേ? പക്ഷെ 2 മാസം അവധിക്ക് ഓർമ്മയുണ്ടോ? അന്ന് അച്ഛൻ മറ്റേ നമ്മുടെ മത്സരമൊക്കെ വചനത്തിന്റെ ഒരു മത്സരം വെച്ചോണ്ട് എന്തുമാത്രം പിള്ളേരായിരുന്നു. അതെ, നമ്മളെല്ലാരും ക്യൂ നിൽക്കും മേടയുടെ ഫ്രണ്ടില്. ഏറ്റപ്പോ വചനം പറയുന്നു, നമ്മൾ മിഠായി വാങ്ങുന്നു, പോകുന്നു. അങ്ങനെ അന്നേരം നല്ല പിള്ളേരുണ്ടായിരുന്നു. സ്കൂളിൽ പോകുന്ന തിരക്കും അങ്ങനെയൊക്കെ. അതാ. ഓക്കെ. അപ്പം ഗ്രേഷ്മേച്ചിയെ പള്ളിയിൽ വരാൻ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം എന്താ? എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് വരാൻ ഒന്ന് ഉത്തേജിപ്പിക്കുന്ന ഒരു ഫാക്ടർ എന്താ? അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഈ കുർബാനയ്ക്ക് വരുന്ന ദിവസം ഭയങ്കര അനുഗ്രഹീതമായ ദിവസമാണ്. അന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം ഭയങ്കര ബ്ലെസ്ഡ് ആയിരിക്കും. നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും വരില്ല.
വന്നാൽ തന്നെ നമുക്കതെല്ലാം തരണം ചെയ്യാൻ ആരോ കൂടെ ഉള്ള ഒരു പോലത്തെ ഒരു തോന്നൽ. ഈശോ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. പിന്നെ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോ ഈശോ നമ്മുടെ ഉള്ളിൽ വസിക്കയില്ലേ. അതെ അതെ അതെ. പിന്നെ ഒന്നും പറയണ്ടല്ലോ, നമുക്ക് ഏറെ ഹാപ്പി ആയിരിക്കും. നല്ലൊരു എൻഡിങ് ആയിരിക്കും എല്ലാ ദിവസവും. പിന്നെ നമ്മുടെ എക്സാംസോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് പ്രാർത്ഥിക്കുമ്പോൾ. അങ്ങനെയൊക്കെ അതെ, സംഭവം എനിക്കും തോന്നിയിട്ടുണ്ടേ. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ അമ്മ ഇങ്ങനെ നിർബന്ധിച്ചാണ് ഞാൻ പള്ളിയിൽ വരുന്നത്. പക്ഷെ അങ്ങനെ വന്ന് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മീയമായ ഒരു ഉണർവ് നമുക്ക് ഉള്ളതുപോലെ നമുക്ക് തോന്നാറുണ്ട്. ശരിയാണ്. ഇവിടെ ആന്റിമാരൊക്കെ പാലക്കം അടിച്ചിട്ട് പോവാണ്. അപ്പൊ രേഷ്മ ചേട്ടൻ ഹായ് ഹലോ ഒക്കെ പറയുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഞാൻ ഗ്രാജുവലി പള്ളിയിലേക്ക് സ്ഥിരം വരാനൊരു പ്രേരണ എനിക്ക് തോന്നിയത്. ആൻസി, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഓർമ്മയുണ്ടോ എങ്ങനെയാണെന്ന്? നമ്മൾ ഒരുമിച്ച് വരാൻ അങ്ങനെ. ഓക്കെ ഓക്കെ. അത് ഞാൻ രാവിലെ അമ്മയുടെ സ്കൂട്ടിയിലെ വരാറ്. ചേച്ചി നടന്നു വരാറുണ്ടല്ലേ രാവിലെയൊക്കെ? അപ്പൊ പിന്നെ ഒരു ദിവസം നമ്മളങ്ങനെ സംസാരിച്ച് രാവിലെ നമുക്കൊന്ന് ഒരുമിച്ച് വരാന്ന് കരുതി. ഒരു ദിവസം ഞാനാണെങ്കിൽ ആരാധന ഫുൾ കണ്ട ഒരു ദിവസം രാവിലെ. അടുത്ത ദിവസം ആൻസി പറഞ്ഞു ആൻസിക്ക് ഞാൻ ആഗ്രഹം ഉണ്ടെന്ന്. അങ്ങനെ പിന്നെ നമ്മള് കാരണം ഞാൻ ഒരു ദിവസം കണ്ടിട്ടില്ല. 5:45 നമ്മുടെ ദീപികാരൻ ആരാധന സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ 5:45 അവിടെ എത്തണ്ടേ. ഞാൻ പക്ഷെ 5:45 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ നമ്മളൊരു ദിവസം പ്ലാൻ ചെയ്ത് ഒരു 5:35 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി പള്ളി വന്ന് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ദിവ്യകാരൻ ആരാധന തുടങ്ങുന്നത് കുറെ നാൾക്ക് ശേഷം അന്നാ കാണുന്നേ നമ്മുടെ പള്ളിയിൽ. അത് രാവിലെ കുർബാന സമയത്തൊക്കെ. അതെ, കാരണം നേരത്തെയാണ് അങ്ങനെ സുജാത ടീച്ചർ ഉപദേശിച്ചത് അങ്ങനെ പാഞ്ഞു പോവാണ്. ഇനിയിപ്പോ സച്ചിന് വരുമായിരിക്കല്ലേ? അതെ, അവൻ കീബോർഡ് കൊണ്ടുവരുമായിരിക്കും. പ്രാക്ടീസ് ഇല്ലല്ലോ. ശനിയല്ലേ കുറെ പ്രാക്ടീസ്? ശനിയാണ് അച്ഛൻ അവർക്ക് പ്രാക്ടീസ് ഉണ്ടല്ലോ. പിന്നെ ഇട ദിവസം ഏതെങ്കിലും ദിവസം എന്തായാലും പവിത്ര പോയ സ്ഥിതിക്ക് നമ്മൾ കാണിച്ചില്ലല്ലേ? പവിത്രേച്ചിയും പപ്പയും സ്കൂട്ടിലങ്ങോട്ട് പോയി. ഓക്കെ, രേഷ്മേച്ചി, ഇന്നത്തെ നമ്മുടെ വായന എന്തായിരുന്നു? അച്ഛൻ വിശ്വാസത്തെ കുറിച്ചൊക്കെ എന്തോ പറഞ്ഞില്ലേ? അതെ അതെ. ഉള്ളവന് വീണ്ടും ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും. അത് ആക്ച്വലി നമ്മൾ വിചാരിക്കും വേറെ എന്തോ കാര്യത്തെ പറ്റിയാണെന്ന്. ഒരു പക്ഷെ വചനത്തെ കുറിച്ച് അറിഞ്ഞൂടാത്തവര്. പക്ഷെ ഇന്ന് അച്ഛൻ നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നു. ഞാൻ കരുതിയത് ആ ചേച്ചി പറഞ്ഞ ആദ്യത്തെ ഓപ്ഷനാ. കൗണ്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം ഉദ്ദേശിക്കുന്നതെന്ന്. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ടെന്ന് കരുതുന്ന പോലും എടുക്കപ്പെടും എന്ന് പറയില്ലേ. അപ്പൊ ഞാൻ കരുതി ഓക്കെ, എന്തൊക്കെ കൂടുതലുള്ളവന് ദൈവം വീണ്ടും കൂടുതൽ കൊടുക്കും. പക്ഷെ അത് വിശ്വാസമാണ് ഇന്ന് പറഞ്ഞപ്പോഴാ ഞാൻ അത് ഓക്കെ വിശ്വാസത്തെ കുറിച്ചാ. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വിശ്വാസം ദൈവം തരും. നമ്മുടെ പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള പുണ്യങ്ങൾ നമുക്ക് ലഭിക്കും. അങ്ങനെ ഒരു കണക്ട് ചെയ്ത ഒരു സംഭവം ഇന്നത്തെ. നല്ലൊരു ആശയം, നല്ല വായനയൊക്കെ ആയിരുന്നു. ഇന്നലെ നമ്മുടെ നൊവേന ഉണ്ടായിരുന്നു അല്ലേ? കുർബാന ഇന്നലെ നൊവേന ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. എന്താ പറ്റി? സ്കൂളിൽ പോകണമായിരുന്നു. അങ്ങനെ നേരത്തെ ശനി ചേച്ചി ഉണ്ടാവാറുണ്ട്. ശനിയുണ്ട്. എന്നിട്ട് ഇന്നലെ നമുക്ക് യൗസേപ്പ് പിതാവിന്റെ നൊവേനായിരുന്നോ ബുധനാഴ്ച? അതോ ഇന്നലെ യൗസേപ്പിതായിരുന്നു. ശനിയല്ലേ മാതാവിന്റെ. പണ്ട് ഓർമ്മയുണ്ടോ നമുക്ക് എല്ലാ ദിവസവും വർഗീസ് അച്ഛൻ വർഗീസ് പുതുപ്പറമ്പിൽ എന്ന് പറഞ്ഞ അച്ഛനുണ്ടായിരുന്നു. നമ്മുടെ പള്ളി ആദ്യമായിട്ട് ഇടവകയാക്കിയ സമയം. അപ്പോൾ അച്ഛനായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഇടവക വികാരി. അപ്പോൾ അന്നേരം എല്ലാ ദിവസവും നമുക്ക് നൊവേന ഉണ്ടായിരുന്നു അല്ലേ? അന്ന് ഞാൻ 10th എന്തോ ആയിരുന്നു. അപ്പം അതുകൊണ്ട് നൊവേനയ്ക്കൊന്നും ഇരിക്കില്ല. കുർബാന കഴിഞ്ഞ ഉടനെ ട്യൂഷൻ എന്തെങ്കിലും ആയിട്ടൊക്കെ അങ്ങ് പോകും. അതുകൊണ്ട് അതെനിക്ക് വലിയ ഓർമ്മയില്ല. പക്ഷെ ഞാൻ എല്ലാ ദിവസവും ഇരിക്കും. അപ്പോൾ ഇപ്പൊ നല്ല പ്രകാശമുണ്ട്. നേരത്തെ നമ്മൾ രാവിലെ ഈ സ്ഥലത്തൂടെ വന്നപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും പ്രകാശമുണ്ട് റോഡിലൊക്കെ. പക്ഷേ ഫോണിൽ കാണാനും വേണ്ടിയുള്ള പ്രകാശം ഇല്ല, അത്രയ്ക്കും വേണ്ട പ്രകാശം ഇല്ലായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ നാട്. അതെ, ശാന്തസുന്ദരമായ പ്രകൃതി സുന്ദരമായ പച്ചപ്പ് നിറഞ്ഞ അതെ ഹരിതാപമുള്ള പരടി ഗ്രാമപഞ്ചായത്ത്. അതെ അതെ അതെ, ഗ്രാമപഞ്ചായത്ത് ബോർഡറാ. അപ്പൊ പരടി ഉപ്പുവാർ. ആൻസിന് പോയിട്ട് എന്താ പരിപാടി? പോയിട്ട് ഭക്ഷണം കഴിക്കണം. അല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇപ്പൊ ഓൾമോസ്റ്റ് 7:02 ഇത്ര നേരത്തെ കഴിക്കൂ? എനിക്ക് നടന്നു കഴിഞ്ഞാൽ അപ്പൊ വിശക്കും. പ്രത്യേക പ്രശ്നമാണ്. അല്ലേ, നിങ്ങൾക്ക് വിശക്കാറുണ്ടോ ഗൈസ്? നടന്നു കഴിഞ്ഞാല് ഉടനെ വിശക്കൂ? എനിക്ക് വിശക്ക്. അപ്പൊ ഇനി പോയിട്ട് ഫുഡ് കഴിക്കണം. പഠിക്കണമെന്ന വ്യാജേന ബുക്ക് തുറന്ന് വെക്കണം.
അപ്പൊ കുറച്ച് എന്തെങ്കിലും പഠിക്കുമായിരിക്കും. അങ്ങനെ 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 അങ്ങ് പോകും. ചേച്ചി, നമ്മുടെ KCM കലോത്സവത്തിന് ചേച്ചി നാടൻ പാട്ടിനില്ലേ? അതെ. അല്ല, ഞാൻ ആന്തം സോങ് കോമ്പറ്റീഷനാണുള്ളത്. ഞാൻ നാടൻ പാട്ടിനുള്ള ഞാൻ നാടൻ പാട്ടിന്റെ ബലമാണ് ഗ്രൂപ്പ്. ചേച്ചി ആന്തത്തിനുണ്ടല്ലേ? നമ്മൾ 7 പേര് അടങ്ങുന്ന ടീംസ് ആയിട്ടാണ് അല്ലേ? അതെ, നമ്മൾ 7. ഈ വട്ടം ഏത് പള്ളിയിൽ വെച്ചായിരിക്കും മിക്കവാറും മത്സരങ്ങൾ? എല്ലാ പ്രാവശ്യവും ഫെറോന KCMന്റെ കലോത്സവം നടക്കുന്ന മുള്ളോള പള്ളിയിലാ. പ്രാവശ്യം മുള്ളോളയിലായിരിക്കുമെന്ന് കരുതുന്നു. അവിടെ സ്പേസ് ഉണ്ടല്ലോ, ഓഡിറ്റോറിയം ആയിട്ടും താഴെ സ്കൂളും ഒക്കെ സ്ഥലമുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രാവശ്യം അവിടെയാണ് നടത്താറ്. നമ്മൾ സ്ഥിരം ഇറങ്ങാറുള്ള കുറെ ഐറ്റം ഉണ്ട് പള്ളിയിൽ നിന്നല്ലേ? ആന്തം എല്ലാ കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷമൊക്കെ നമ്മൾ ഇറങ്ങി. ആന്തം, പിന്നെ നാടൻ പാട്ട് കഴിഞ്ഞ തവണ നമ്മൾ ആദ്യമായിട്ട് ഇറങ്ങി. അയ്യോ, അതൊക്കെ ഫുൾ കോമഡി ആയിരുന്നു, ഓർമ്മയുണ്ടോ? നമ്മൾ അവസാന നിമിഷം കൊണ്ടുവച്ച് വേർഡ്സ് ഒക്കെ മാറ്റി. പിന്നെ പണ്ട് ഓർമ്മയുണ്ടോ നമ്മള് ഗ്രൂപ്പ് സോങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു? ഇല്ല, അത് ബൈബിൾ കലോത്സവമായിരിക്കും. KCM കലോത്സവത്തിന് ആന്തം, നാടൻ പാട്ട് അങ്ങനെയുള്ള ഗ്രൂപ്പ് ആയിട്ടൊക്കെ ഉള്ളു. അങ്ങനെ ഗ്രൂപ്പ് സോങ് ആയിട്ടൊന്നുമില്ല. ബൈബിൾ കലോത്സവത്തിനൊക്കെ നമ്മൾ പണ്ട് ഒരുപാട് പോയിട്ടില്ലേ? ഡാൻസ് ഒക്കെ ആയിട്ട്. ശരിയാണ്, അതൊക്കെ നല്ലൊരു ടൈമായിരുന്നു. അതെ, ചെറുതിലെ. ഇപ്പൊ നമുക്ക് ഒരുപാട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെ അതിന്റെ പിറകെ നിന്നായി. അപ്പൊ അങ്ങനെ KCM കലോത്സവം നമുക്ക് തകർക്കണം. അതെ, പൊളിച്ചടിക്കണം. ഇതാ കുർബാനയ്ക്ക് ശേഷമുള്ള ബാക്കി കവല ചർച്ചയുമായി പവിത്ര ആൻഡ് കൊയർ ടീംസ് കടവരാന്തയിൽ ചേരുന്നു. ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതെ, ആൻസി ഒന്ന് സൂം ചെയ്ത്. ഷെർലി ആന്റി, സച്ചിൻ, അതെ, സോന, പവിത്ര ചേച്ചി, അതെ, പവിത്ര ചേച്ചി നമ്മൾ കണ്ടു. പവിത്രയുടെ അഭിപ്രായം ചോദിക്കാം. ഇന്നത്തെ കുർബാന എങ്ങനെ ഉണ്ടായിരുന്നു പവിത്ര ചേച്ചി? സച്ചിൻ എപ്പോഴും അടിപൊളിയായിട്ടാണല്ലോ വായിക്കാറ്. അതെ. സോന ഇന്ന് പാടാൻ കയറിയില്ലായിരുന്നോ? പവിത്രേച്ചിയുടെ പാട്ടുണ്ടല്ലോ നമുക്ക് അതിനും വേണ്ട. രാവിലെ എന്തായിരുന്നു ഒരു ചർച്ച? അതെ, ഒരു കവല ചർച്ച. എന്നിട്ട് നന്നാക്കണ പ്ലാനൊക്കെ സെറ്റ് ചെയ്തോ? അപ്പൊ ശരി, ടാറ്റ. ഇപ്പോ നമ്മളങ്ങനെ നടന്ന് നമ്മുടെ വീടെത്തിരിക്കണം സുഹൃത്തുക്കളെ. ഗ്രേഷ്മേച്ചി ഒരു പപ്പി മോളില്ലേ? ഒന്ന് കാണിച്ചു തരാം. നമുക്ക് പപ്പി മോളെ കൂടെ കണ്ടിട്ട് പോകാം. യെസ്, നമ്മുടെ കഥാനായിക അങ്ങനെ നടന്ന് വരികയാണ്. യാരിത്? പപ്പിമോളാണോ? കുട്ടി, ജിങ്കട് കുട്ടി. ടാറ്റ. മോർണിംഗ് എക്സസൈസ്. അതെ, വാലോട്ട് പറയുന്നുണ്ട്. അപ്പൊ ശരി, ടാറ്റ ഗ്രേഷ്മേച്ചി. അടുത്ത ദിവസം കാണാം. പേഴ്സ്. ഓക്കെ, ടാറ്റ.